രണ്ടാമതായി വേണ്ടത് ഗോൾ സെറ്റാണ്. ഒരു ലക്ഷ്യമുണ്ടായിരിക്കണം. നിങ്ങളുടെ കയ്യിൽ നല്ല പെർഫോമൻസുള്ള ഫുൾ ടൈം പെട്രോളുള്ള ഒരു വാഹനമുണ്ട്. നിങ്ങൾക്ക് നന്നായിട്ട് ഡ്രൈവ് ചെയ്യാൻ അറിയാം. കയ്യിൽ ഗൂഗിൾ മാപ്പും ഉണ്ട്. പക്ഷേ എവിടെ പോകണമെന്നറിയില്ല. എന്താ ചെയ്യുക? ഇത്രയും സൗകര്യങ്ങളുണ്ടായിരുന്നിട്ടും എന്ത് കാര്യമാണുള്ളത്? നമ്മൾ ജീവിതത്തിൽ ഒരു ലക്ഷ്യം സെറ്റ് ചെയ്യേണ്ടതുണ്ട്. ലക്ഷ്യം സെറ്റ് ചെയ്യുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് നമുക്ക് നോക്കാം. പ്രധാനമായും നമ്മുടെ ലക്ഷ്യം സ്പെസിഫിക് ആയിരിക്കണം. എനിക്ക് വിജയിക്കണമെന്നല്ല, എങ്ങനെ വിജയിക്കണം, അല്ലെങ്കിൽ എന്ത് ചെയ്ത് വിജയിക്കണം എന്നുള്ള ഒരു കൃത്യതയുണ്ടായിരിക്കണം. രണ്ടാമതായി മെഷറബിൾ ആയിരിക്കണം. അളക്കാൻ കഴിയുന്നതായിരിക്കണം. എനിക്ക് ഒരുപാട് പൈസ ഉണ്ടാക്കണം എന്നല്ല, എനിക്ക് ഇത്ര പൈസ ഉണ്ടാക്കണം. ഒരു കണക്ക് കൂട്ടലുണ്ടായിരിക്കണം. അപ്പോൾ മെഷറബിൾ ആയിരിക്കണം. മൂന്നാമതായി അച്ചീവബിൾ ആയിരിക്കണം. നമ്മുടെ ലക്ഷ്യം നമുക്ക് നേടാൻ കഴിയുന്നതായിരിക്കണം. എനിക്ക് ഒരു മാസം എക്സസൈസ് ചെയ്ത് 5 കിലോ കുറയ്ക്കണം. ഇത് നേടാൻ പറ്റുന്നതാണ് അല്ലേ? ഒരു മാസം എക്സസൈസ് ചെയ്ത് 30 കിലോ കുറയ്ക്കണം. നടക്കുന്ന കാര്യമാണോ? സാധിക്കാത്ത കാര്യമാണല്ലേ? അതുകൊണ്ട് അച്ചീവബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ ലക്ഷ്യം വയ്ക്കാൻ പാടുള്ളൂ. നാലാമതായി റെലവൻ്റ് ആയിരിക്കണം. പ്രസക്തമായിരിക്കണം. നമ്മുടെ ലക്ഷ്യം കൊണ്ട് നമുക്കൊരു ഗുണം ഉണ്ടായിരിക്കണം. അല്ലാതെ എന്തെങ്കിലുമൊക്കെ ലക്ഷ്യം വെച്ചിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ട് നമ്മുടെ ലക്ഷ്യം കൊണ്ട് നമുക്കൊരു ഗുണം ഉണ്ടായിരിക്കണം. അഞ്ചാമതായി ടൈം ബൗണ്ടഡ് ആയിരിക്കണം. എനിക്ക് 2 വർഷം കൊണ്ട് അല്ലെങ്കിൽ 3 വർഷം കൊണ്ട് ഒരു വീടുണ്ടാക്കണം, അല്ലെങ്കിൽ 1 വർഷം കൊണ്ട് എനിക്കിത്ര പൈസ ഉണ്ടാക്കണം. ഇങ്ങനെ സമയം നിശ്ചയിച്ചുകൊണ്ട് വേണം നമ്മൾ ലക്ഷ്യം സെറ്റ് ചെയ്യാൻ. അപ്പോൾ നമ്മുടെ ലക്ഷ്യം നിറവേറുന്നതായിരിക്കും. നമ്മളൊരു ലക്ഷ്യം സെറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ സ്പെസിഫിക് ആയിരിക്കണം, മെഷറബിൾ ആയിരിക്കണം, അച്ചീവബിൾ ആയിരിക്കണം, റെലവൻ്റ് ആയിരിക്കണം, ടൈം ബൗണ്ടഡ് ആയിരിക്കണം.